എക്സൈസ് നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തണ്ടർ പദ്ധതിയുടെ ഭാഗമായി കാട്ടാക്കട എക്സൈസ് ഇൻസ്പെക്ടർ ടി കാർത്തികിന്റെ നേതൃത്വത്തിൽ നടന്ന വ്യാപക പരിശോധനയിൽ മദ്യവിൽപ്പന നടത്തിയ 2 പേർ പിടിയിലായി. കളിക്കാട് ജംഗ്ഷന് സമീപത്തു നിന്നും കോഴിക്കടയുടെ മറവിൽ മദ്യവിൽപ്പന നടത്തിയവരാണ് പിടിയിലായത്. AS ചിക്കൻ സ്റ്റാൾ ഉടമയായ പൂഴനാട് മുള്ളിലവൻമൂട് വിളയിൽ വീട്ടിൽ അജി, ഇയാളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ മൈലക്കര സ്വദേശി രാജേഷ് എന്ന് വിളിക്കുന്ന ജോസ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 101 കുപ്പി മദ്യവും മദ്യം കടത്തുന്നതിനുപയോഗിച്ച സ്കൂട്ടറുമാണ് പിടിച്ചെടുത്തത്. AS ചിക്കൻ സ്റ്റാൾ ഉടമയായ അജിയുടെ നേതൃത്വത്തിലായിരുന്നു മദ്യവിൽപ്പന നടത്തിയിരുന്നത്. ഇയാളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ജോസ് ആവശ്യക്കാർക്ക് ടെലിഫോൺ മുഖേന ആവശ്യപ്പെടുന്ന സ്ഥലത്ത് മദ്യം എത്തിച്ചു നൽകുകയായിരുന്നു ഇവരുടെ രീതി. ഇത്തരത്തിൽ സ്കൂട്ടറിൽ 5.5 ലിറ്റർ മദ്യം സൂക്ഷിച്ച് കള്ളിക്കാട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് സമീപത്തെത്തിയപ്പോഴാണ് വിൽപ്പന നടത്തുന്നതിനിടയിൽ ജോസ് എക്സൈസിന്റെ പിടിയിലായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ AS ചിക്കൻ സ്റ്റാളിൽ വെച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന അജിയെയും പിടികൂടുകയായിരുന്നു. ചിക്കൻ സ്റ്റാളിൽ നടത്തിയ പരിശോധനയിൽ 90 കുപ്പി മദ്യമാണ് പിടിച്ചെടുത്തത്. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ട് ഫ്രൈഡേ ദിവസം നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം മദ്യക്കുപ്പികളുമായിട്ട് 2 പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. സംഭവം ഇന്നത്തെ ദിവസം രാവിലെ നമ്മൾ നടത്തിയ പെട്രോളിങ്ങിനിടയിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കള്ളിക്കാട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് സമീപം വെച്ച് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും അത് മദ്യത്തിന്റെ ഉറവിടത്തെ പറ്റി ചോദിച്ചതിൽ കള്ളിക്കാട് തന്നെയുള്ള ഒരു കടയിൽ മദ്യം സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് പുള്ളി പറയുകയും ശേഷം ആ കട നടത്തിയ പരിശോധനയിൽ കുപ്പികൾ ലഭിക്കുകയും ചെയ്തു. ആദ്യം അറസ്റ്റ് ചെയ്തപ്പോൾ 11 കുപ്പികളാണ് ലഭിച്ചത്. ആകെ മൊത്തം 101 കുപ്പികൾ നമ്മളിപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട്. ഈ 101 കുപ്പികളായിട്ട് 500 ml 101 കുപ്പികളാണ് സീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം 50.5 ലിറ്റർ IMF-ലാണ് സീസ് ചെയ്തിരിക്കുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടറോടൊപ്പം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ K ബിജുകുമാർ, സജികുമാർ AO, പ്രിവന്റീവ് ഓഫീസർമാരായ T വിനോദ്, രാജീവ് R, ഹർഷകുമാർ, ഷിജു, വിപിൻ കുമാർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. പ്രതികളെ കാട്ടാക്കട JFMC കോടതിയിൽ ഹാജരാക്കി. ജൂൺ മാസത്തിൽ നടത്തിയ പരിശോധനയിൽ 27 ഗ്രാം ഹെറോയിനുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയെയും കാട്ടാക്കട എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിസ്മയ ന്യൂസ്, കാട്ടാക്കട.